രഞ്ജിത എരുവ. അമ്മേ മാതാവേ, എന്റെ രണ്ടു മക്കളും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. മാതാവേ, അവർക്കും മറ്റെല്ലാ കുട്ടികൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ ഭാഷയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അതുപോലെ എന്റെ ഭവനം പണിതിട്ട് ഇപ്പോൾ 7 വർഷമായി. ഇതുവരെ പെയിന്റ് ചെയ്യുവാൻ സാധിച്ചില്ല. ഇപ്പോൾ മെയ് 15-ാം തീയതി എന്റെ വിവാഹമാണ്. നാളെ മുതൽ വീടിന്റെ പെയിന്റിംഗ് തുടങ്ങുന്നു. ജോലി ചെയ്യുന്ന എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. എന്റെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചവൻ അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും പുത്രന്റെയും അനുഗ്രഹത്തിൽ എല്ലാം ഭംഗിയായി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നടത്തുവാൻ ഇടയാക്കണമേ. ഇതിന്റെ ഈ ആവശ്യം ഉപകാരപ്രദയാക്കി മാറ്റണമേ. വഴി ചാർജ് ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന സുര, ഗിരീഷ്, വിനോദ്, ശ്യാമള, മറ്റു മക്കളെല്ലാം അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സുര, ഗിരീഷ് എന്നീ മക്കളെ പരിശുദ്ധാത്മാവിനായി നിറച്ച് അന്ധകാര ശക്തിയിൽ നിന്നും വൈരാഗ്യ ബുദ്ധിയിൽ നിന്നും അവരെ വിടുവിക്കുന്നതിനും പരിശുദ്ധ അമ്മ വഴി തടസ്സങ്ങളെല്ലാം മാറ്റി വഴി നല്ല രീതിയിൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഫെലിക്സ് ആന്റണി പറമ്പ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥാനമേ, എന്നെയും കുടുംബത്തെയും പൂർണ്ണമായും അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. രോഗത്താലും കടബാധ്യതയാലും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. ചെറിയ തോതിൽ മദ്യപാനമുണ്ട്. ഇതിൽ നിന്ന് മോചിതനാകാൻ അപേക്ഷിക്കുന്നു. എന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. യാതൊരു സാമ്പത്തിക സൗകര്യങ്ങളുമില്ല. ഇതിന്റെ എല്ലാ ആവശ്യങ്ങളും അമ്മയോടും അമ്മയുടെ പുത്രനോടും താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരുപാട് സമയമാക്കി മാറ്റണമേ. രക്ഷിതാമേ, അമ്മയുടെ മുൻനിർണയം വഴി പുത്രൻ സമർപ്പിക്കുന്നു. അമ്മ, എനിക്ക് 3 സെന്റ് സ്ഥലമുണ്ട്. അതിലൊരു ഷെഡും ഉണ്ട്. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് അമ്മയും നാത്തൂനുമാണ്. നാത്തൂൻ എന്റെ സ്ഥലം കൈയേറിയിരിക്കുകയാണ്. ഇതിന്റെ അതിര് ഞാൻ തൂക്കാൻ ചെന്നാൽ നാത്തൂൻ കൈ വരികയും തല്ലാൻ വരികയും ചെയ്യും. ഈ അവസ്ഥ മാറ്റാൻ അമ്മയുടെ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അപേക്ഷകർക്ക് അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഒരുപാട് സ്മരണയ്ക്കാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, എനിക്ക് എന്റെ ജീവിത പങ്കാളിക്കും കൈമുട്ടിനും കാലുകൾക്കും വേദനയാണ്. ഈ വേദനകൾ സഹിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയാനും ഇതുപോലുള്ള അനേകായിരം മക്കളുടെ സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ഭവനത്തിൽ സമാധാന സന്തോഷമില്ല. എന്റെ കർത്താവ് മദ്യപാനിയാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും തടസ്സം ഉണ്ടാകും. ദൈവചിന്തയില്ല. മനസ്സിൽ എപ്പോഴും മറ്റു ദൈവങ്ങളുടെ ചിന്തയാണ്. ജോലിക്ക് ഒരാളുടെയും കൂടെ സ്ഥിരമായി നിൽക്കത്തില്ല. ദേവാലയത്തിൽ വരത്തില്ല. എന്റെ തൊണ്ടയ്ക്ക് തൈറോയിഡിന്റെ അസുഖമുണ്ട്. എപ്പോഴും ക്ഷീണവും അസ്വസ്ഥയുമാണ്. എന്റെ മൂത്ത മകൾക്ക് എപ്പോഴും തലവേദനയാണ്. ഇടത്തെ കയ്യിൽ ചെറിയ മുഴയുമുണ്ട്. ഭയങ്കര വേദനയുമാണ്. ഇളയ മകൻ പള്ളിയിൽ വരുന്നില്ല. പ്രാർത്ഥിക്കാനിരിക്കത്തില്ല. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അനുസരിക്കത്തില്ല. ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. റോയി എന്ന മകനോട് റോയിയുടെ അമ്മ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ അറിയാതെ പറഞ്ഞു പോയെങ്കിൽ അമ്മേ മാതാവേ, നിന്നോട് ക്ഷമിക്കണമേ. എനിക്ക് റോയിക്കും കുടുംബത്തിനും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. യേശുദാസ് അമ്മേ മാതാവി, അപേക്ഷക അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നത് സ്മരണയ്ക്കാക്കി മാറ്റണമേ. എനിക്ക് +2 തിയറിയുടെ പരീക്ഷ ഏപ്രിൽ 2 മുതൽ തുടങ്ങുകയാണ്. എന്നെപ്പോലെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും എന്നെയും അമ്മയുടെ ഹൃദയം വഴി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പരീക്ഷകളെല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അമ്മേ മാതാവേ, അമ്മയുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ.
ലിസി പാറക്കൂട്ടം ലിസി ചങ്ങൻകുളങ്ങൽ. ഈ അപേക്ഷകർ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ അപേക്ഷകർക്ക് വാട്സാപ്പിനകത്ത് മാറ്റണമേ അമ്മേ മാതാവേ. ഞങ്ങളുടെ മകൻ രഞ്ജിത്തിന് കാലിന്റെ പാദത്തിൽ നീരും വേദനയുമാണ്. ഈ അസുഖം പരിപൂർണമായി സൗഖ്യം നൽകണമെന്നും അവന് സ്ഥിരമായ ഒരു ജോലി